ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആലിയ കട്ടാണ്. അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ കോട്ടൺ ഫാബ്രിക് എടുത്തിട്ടുണ്ട് കേട്ടോ. തുണി 4ആയിട്ട് മടക്കാം. നമ്മൾ ബോഡി പാർട്ട് 15 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഷോൾഡർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് 7 ഇഞ്ചിൽ നമ്മളുടെ ആം ഹോളും അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇത് ബോക്സായി വരച്ചിട്ട് വി നെക്കാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇതിൽ അളവുകളൊന്നും കറക്റ്റായിട്ട് കാണുന്നില്ല, എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേണ്ട വിചാരിക്കണം. ശേഷം ചെസ്റ്റ് 11 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വേസ്റ്റ് ഭാഗം 10 ഇഞ്ചിലും അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഒന്ന് ഉള്ളിലോട്ട് കുഴിച്ചും വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ട് വേറെയും ബാക്ക് പാർട്ട് വേറെയും ആയിട്ട് വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ശേഷം താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഒരു 4.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഓപ്പൺ ആയിട്ടുള്ള സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് വേറെയും ബാക്ക് പാർട്ട് വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ബാക്ക് പാർട്ട് എത്ര ലെങ്ത്ത് വേണം നമുക്ക് സ്കേർട്ടിന് അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ 4.5 ഇഞ്ച് നമ്മൾ മുകളിൽ കട്ട് ചെയ്ത് ബോഡി പാർട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 4.5 ഇഞ്ച് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക മുകൾ ഭാഗത്ത്. അവിടെ നിന്ന് താഴോട്ടാണ് നമുക്കിനി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താനുള്ളത്. ശേഷം നമ്മളുടെ ഫോൾഡുള്ള ഈ ഭാഗത്തു നിന്നും ഓപ്പൺ ആയിട്ടുള്ള ആ സൈഡിലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. നമ്മളുടെ ഭാഗത്താണ് ഫോൾഡുള്ള ഭാഗവും മറു സൈഡാണ് ഓപ്പൺ ഉള്ളത്. ആ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ശേഷം ഈ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴോട്ട് നമ്മളുടെ സ്കേർട്ടിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്ര ലെങ്ത്ത് വേണോ അത്രയും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ആ ചെരിച്ച് വെച്ചിട്ടുള്ള ആ സൈഡ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ. ഇനി നമുക്ക് ഇത് ബോഡി പാർട്ടിൽ ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി തുണി 4ആയിട്ട് മടക്കാം. ശേഷം നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതുവരെ ഇതുപോലെ 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. എത്ര ലെങ്ത്ത് വേണം അതുവരെ നമ്മൾ ഇതുപോലെ 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഫോൾഡുള്ള ഭാഗത്താട്ടോ ഇതുപോലെ 5 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. ശേഷം അവിടെ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. 10 ഇഞ്ചിൽ ഞാൻ സ്ലീവിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശേഷം അവിടെ നിന്ന് താഴോട്ട് 3 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ആ 3 ഇഞ്ചിലോട്ട് ഇതുപോലെ കർവ് ചെയ്ത് നമുക്ക് വരച്ചു കൊടുക്കാം. ശേഷം സ്ലീവിൻ്റെ ബോട്ടം സൈഡിൽ 7 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കമാണ് 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് സ്ലീവ് വരുന്നത്. ബാക്കിയുള്ള ആ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതാ നമ്മളുടെ നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസ് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തുണിയിൽ വെച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ അവിടെ ഇത് വെച്ചിട്ട് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൽ തട്ടാതെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിൽ തട്ടാതെ ആ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം മറിച്ചിട്ടിട്ടും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ നല്ല വൃത്തിയിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ ഷോൾഡറും യോജിപ്പിച്ച് ബാക്ക് നെക്കും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ സ്ലീവ് പ്ലീറ്റ് ഇട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പ്ലീറ്റ് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡും താഴെ ഭാഗവും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ആലിയ കട്ട് ടോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്ലീവ് ഇതാ ഇതുപോലെ താഴത്ത് നമ്മളൊരു ബാൻഡ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗത്ത് ഇതുപോലെയാണ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ കുഞ്ഞു കുഞ്ഞ് ചെറിയ പ്ലീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് ഇതാ നമുക്ക് വി ഷേപ്പിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.